സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് 10 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ബണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് പാലെടുക്കാം. 1 കപ്പ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ഷുഗറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. എന്നിട്ട് ഈ ഷുഗർ മെൽറ്റ് ആവുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആയാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് ആദ്യം നമ്മൾ ചേർത്തിട്ട് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ദോശമാവിനെല്ലാം മാവ് കലക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ കലക്കി എടുക്കേണ്ടത്. ഇത് ഷുഗർ ചേർത്തിട്ടില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഷുഗർ ചേർത്താൽ നമുക്ക് ആ ഒരു ബന്നിൻ്റെ എല്ലാം ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കണ്ട. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ ഒരു സ്പൂൺ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് സ്പൂണും ഓയിലും ഒന്ന് ചൂടായിട്ട് വന്നാൽ ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ എണ്ണയിൽ വെച്ച് കഴിയുമ്പോൾ മാവ് സ്പൂണിൽ നിന്ന് ഇളകി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് 2-3 എണ്ണം ഒരുമിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ 3 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 4-5 ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ മാവ് ഒഴിച്ചിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ സ്പൂണിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സിമ്പിൾ ആയിട്ടുള്ള മിൽക്ക് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.